ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലെ സെറ്റപ്പ്, അതുപോലെ കീ ചെയിന്, മോതിരം, ഇതുണ്ടോ മോതിരം, ഇതൊക്കെ ഞാൻ ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക, ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് മെനക്കെട്ടാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈ ഒരു സെറ്റപ്പ് അതിന് ശേഷം ഇതിന് മുകളിൽ ക്ലിയർ അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്ലൈസിങ് ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാം. പിന്നെ ഇതിൽ വെള്ളം വാർന്ന് ഉപയോഗിക്കാം, ചായ വാർന്ന് കുടിക്കാം, അങ്ങനെയൊക്കെ എല്ലാ ഉപയോഗങ്ങളും ഇതുകൊണ്ടുണ്ട്. അപ്പോൾ നേരെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉള്ള വിലയൊന്ന് നമുക്ക് കാണാം. ഫ്ലിപ്കാർട്ടിൽ 1299, ആമസോണിൽ 1365. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. നടുകിൽ മുറിച്ചാൽ നമ്മുടെ ബൗളിൻ്റെ ഒരു സൈസ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് മുകൾ ഭാഗത്ത് ഇങ്ങനെ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് മുറിക്കുന്നത്. വുഡ് കട്ട് ചെയ്യണ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. അതേമാതിരി ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫിനിഷിങ്ങും പെട്ടെന്ന് തീരും. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഇതുപോലുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഫുൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒന്ന് മുറിച്ചെടുക്കുക ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളൊന്ന് വൃത്തിയാക്കുക. പുതിയ തേങ്ങയാണെങ്കിൽ തേങ്ങ ചിരകി അതെടുത്ത് കളയുക. ഇതിപ്പോൾ പഴയ ഉണങ്ങിയ തേങ്ങയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഒരു കരിങ്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം പുറം ഭാഗമൊക്കെ ഒന്ന് ഉരച്ചെടുക്കുക. സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചിയാൽ ശരിയാവും, പക്ഷെ ഒരുപാട് ടൈം എടുക്കും. ഇതൊന്നും ഒരു പരുവപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ അമ്മിയിലോ അതുപോലെ അലക്കുന്ന കല്ലിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ശരിയായി കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് അരം വെച്ചിട്ടോ സാൻഡ് പേപ്പർ വെച്ചിട്ടോ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അപ്പോഴേ ഇതിൻ്റെ ഭംഗി കൂടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ മുറിച്ചെടുത്ത ആ പീസും കൂടി നമ്മൾ ഇതൊന്ന് ഉരച്ച് പരുവപ്പെടുത്തി എടുക്കണം. ഇതാണ് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ തീർന്നു. ഇനി ഒന്ന് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കുക. തൊട്ടാൽ ഇങ്ങനെ ഒഴുകി പോകുന്ന രൂപത്തിലുള്ള മിനുസമായിരിക്കണം. നമ്മൾ എത്രത്തോളം ഉരതുന്നോ അത്രത്തോളം ഇതിൻ്റെ ഫിനിഷിങ്ങും ഗ്ലൈസിങ്ങും കൂടും. ഇത് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിൽ മുക്കി വെക്കുകയാണെങ്കിൽ ഇത് കറുത്ത നിറം കിട്ടും. അതുമല്ലെങ്കിൽ പിന്നെ ഈ വാർണിഷ് അതുപോലെ ഈ ക്ലിയറൊക്കെ അടിക്കുകയാണെങ്കിലും നല്ല ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഒട്ടിച്ച് വെക്കണം. നമുക്ക് ഫെവിക്വിക്കാണ് ഞാൻ എടുത്തത്. അതിലേറെ നല്ലത് അഡാൾഡറ്റ് അതുപോലെ റെസിൻ ആർട്ടൊക്കെ ചെയ്യുന്ന പശകളായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നാൽ ഇതിലേറെ ഫിനിഷിങ്ങും ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ ഇതിന് കറുത്ത നിറം വരാൻ വേണ്ടിയിട്ട് എണ്ണയിൽ മുക്കി വെക്കാം. ഇനി അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വാർണിഷ് അടിക്കാം, പിന്നെ ക്ലിയർ അടിക്കാം. ഇതൊക്കെ നല്ല ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇത് കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഷോപ്പുകളിലും നല്ല വില തന്നെയാണ്. ഫിനിഷിങ് കോട്ട് ചെയ്യുമ്പോൾ ഉൾഭാഗത്തൊന്നും ചെയ്യരുത്. നമ്മൾ ചായ പറഞ്ഞോ വെള്ളം കുടിക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉൾഭാഗം അതുപോലെ സൂക്ഷിക്കുന്നതായിരിക്കും, നാച്ചുറലായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വേണ്ടി വന്നാൽ ഇതൊരു ഉപജീവന മാർഗം കൂടി ആക്കാം. ഇതിനൊക്കെ ഇതുപോലുള്ള വസ്തുക്കൾക്കൊക്കെ ഭയങ്കര വിലയാണ് മാർക്കറ്റുകളിലും പിന്നെ ഗിഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഉള്ളത്. അപ്പം ഇനി പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഇതുപോലെ കീ ചെയിൻ ഉണ്ടാക്കുന്ന ഇതൊക്കെ സിമ്പിളായിട്ടുണ്ടാക്കിയതാണ്. ഒരു ചിരട്ടൻ്റെ പൊട്ടാണത്. അതുപോലെ ഈ പിന്നെ
മോതിരം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.